ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോദിച്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ. പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ചോദ്യപേപ്പർ കവറുകൾ നേരത്തെ പൊട്ടിച്ചു എന്നാണ് സംശയം. നീറ്റ് ക്രമക്കേടിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പരീക്ഷാ ക്രമക്കേടിൽ ED അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തുന്ന അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായത്. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ചോദ്യപേപ്പറുകളുടെ ഫോറൻസിക് പരിശോധനയിൽ യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തി. ഏതാണ്ട് 68 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിന് സമാനം. പരീക്ഷാ ചോദ്യപേപ്പറിലെയും കണ്ടെടുത്ത ചോദ്യപേപ്പറിലും സീരിയൽ നമ്പറുകൾ ഒന്നായിരുന്നു. ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന കവറുകൾ ശരിയായ മാതൃകയിലല്ല പൊട്ടിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇന്ന് പട്നയിലെത്തുന്ന CBI സംഘം ഇതുവരെ അറസ്റ്റിലായ 18 പ്രതികളെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഡൽഹിയിലായിരിക്കും നടക്കുക. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് NSUI ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. സംശയാസ്പദമായ സന്ദേശങ്ങളും പണമിടപാടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ATS അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അന്വേഷണത്തിനായി ലാത്തൂർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് യോഗം ചേർന്നേക്കും. 24 ഡൽഹി. അത് കൂടുതൽ ദുരൂഹമാവുകയാണ്. കൂടുതൽ വിശ്വാസ നഷ്ടം അതിന് സംഭവിക്കുകയാണ്. കൃത്യമായ അന്വേഷണം നടത്തി ചോർച്ച എവിടെയാണ്, നേരത്തെ ചോർന്നതിനോട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വന്നില്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ മണ്ടന്മാരും മണ്ടികളുമാക്കുന്ന അവസ്ഥയാകും. അത് ഉണ്ടാവാതിരിക്കട്ടെ.